ഒന്നും പ്രതീക്ഷിക്കാതിരിക്കാം. എന്തൊരു ധന്യമായ ജീവിതമായിരിക്കുമല്ല ഇനിയുള്ള കാലം. ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്താമയാനഘ. പ്രിയപ്പെട്ട അർജുന, ഈ ലോകത്തിൽ രണ്ടേ തരത്തിലുള്ള പ്രവൃത്തിയേ ഉള്ളൂ. ജ്ഞാനയോഗേന സാഖ്യാനാം, അറിവ് നേടി അറിവ് കൊടുക്കുന്ന ജ്ഞാനയോഗികളെ പോലെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നിരന്തരം കർമ്മം ചെയ്ത് കർമ്മയോഗികളെ പോലെ പ്രവർത്തിക്കുക. ഓർമ്മിക്കുക, ഒരു കാവ്യ ഉടുത്ത് ജടയും വെച്ച് താടിയും വളർത്തി 1 ഏക്കർ ഭസ്മവും തൊട്ട് 1 ഇഞ്ച് ഡയമീറ്ററിൽ കുങ്കുമവും തൊട്ടാൽ സന്യാസിയാവില്ല. എന്നുവെച്ചാൽ സന്യാസനാദേവ സിദ്ധിം സമതിഗച്ഛതി. എന്നുവെച്ചാൽ സന്യാസനാദേവ സിദ്ധിം സമതിഗച്ഛതി. ഒരു സന്യാസിയുടെ വേഷം കെട്ടി എന്ന് പറഞ്ഞ് സന്യാസിയൊന്നും ആവില്ല. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, കേരളത്തിൽ എത്രയോ ആശ്രമങ്ങളുണ്ട്. അവിടെയുള്ള സന്യാസിമാര് ഒരു വിഷയമെങ്കിലും പഠിച്ച് അത് ക്ലാസ് എടുത്ത് ആശ്രമത്തിന് ചുറ്റുമുള്ള വീടുകളിലേക്ക് കയറിയിറങ്ങി അവർക്ക് നന്മ നിറഞ്ഞ മാർഗനിർദ്ദേശം നൽകിയിരുന്നു എങ്കിൽ കേരളത്തിൽ ഇത്രയും മതപരിവർത്തനം നടക്കുമായിരുന്നില്ല. ഇപ്പൊ സന്യാസികൾ ഒതുങ്ങിക്കൂടി ഒന്നും ചെയ്യാതിരിക്കലാണ് സന്യാസം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു. അല്ല, എന്നുവെച്ചാൽ സന്യാസനാദേവ സിദ്ധിം സമതിഗച്ഛതി. സന്യാസിയുടെ വേഷം കെട്ടി എന്നുള്ളത് കൊണ്ട് സന്യാസിയോ സിദ്ധനോ ആവില്ല. എന്നിട്ട് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നു, നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠതി അകർമ്മകൃത്. ഒരാറ്റം എടുക്കാം, ആറ്റത്തിന്റെ നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസ് വെറുതെ ഇരിക്കുന്നില്ല, 32 ലക്ഷം പ്രാവശ്യം ഒരു സെക്കൻഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. 3.2 മില്യൺ ടൈംസ് പെർ സെക്കൻഡ് ആ ന്യൂക്ലിയസ് കറങ്ങുന്നു. അതിന്റെ ചുറ്റും ഇലക്ട്രോണുകള് എസ് ഓർബിറ്റല്, പി ഓർബിറ്റല്, ഡി ഓർബിറ്റല്, എഫ് ഓർബിറ്റലില് 2182 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയില് ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഭൂമി 1640 കിലോമീറ്റർ പെർ അവർ വേഗതയില് സ്വയം കറങ്ങുന്നു. 35,500 കിലോമീറ്റർ പെർ അവർ വേഗതയില് സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. ഈ സോളാർ സിസ്റ്റം 69,000 കിലോമീറ്റർ പെർ മിനിറ്റ് വേഗതയില് ഗാലക്സിയിൽ കറങ്ങുന്നു. ഈ ഗാലക്സി 72,000 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയില് യൂണിവേഴ്സിന്റെ സെന്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറും എന്റെയും നിങ്ങളുടെയും ഹാർട്ട് ഇടിക്കുന്നു, ശ്വാസകോശം പ്രവർത്തിക്കുന്നു. ഒരു മിനിറ്റില് 60,000 കിലോമീറ്റർ ദൂരം, ഒരു മിനിറ്റ് 60 സെക്കൻഡ്, ഒരു മിനിറ്റില് നമ്മുടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നു. ഈ ശരീരം നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാറില്ല. ഈ ലോകത്തിലെ സർവ്വതും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അർജുന, നിങ്ങളും പ്രവർത്തിക്കണമെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു, കാരണം കൃഷ്ണൻ പറയും പ്രവർത്തിക്കുക. എങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക? അന്ത്യശ്വാസം വരെ സമയമാം. വേദത്തിൽ ഞാൻ ശ്മശാന യാത്ര ചെയ്തു, സ്വർഗയാത്രയും ചെയ്യില്ല, സ്വർഗത്തിലേക്ക് ഒരു പോവില്ല, ഉറപ്പാണ്. ശ്മശാന യാത്ര ചെയ്യുന്നു. എവറി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവിയാർഡ്. ടി.എസ്. എലിയട്ട് പറഞ്ഞ വരിക. എവറി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവിയാർഡ്. ഓരോ ശ്വാസോച്ഛ്വാസവും കഴിയുമ്പോ നമ്മൾ ശ്മശാനത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമായിട്ടാണ്. അതുകൊണ്ട് ഓർമ്മിക്കുക, നഹി കശ്ചിത് ക്ഷണം അപി, ഒരു നിമിഷം പോലും, നഹി കശ്ചിത് ക്ഷണം അപി ജാതു തിഷ്ഠതി അകർമ്മകൃത്, പ്രവർത്തിക്കാതെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ഒന്നും ഭൂമിയിൽ നിലനിൽക്കുന്നില്ല. സർവചരാചരങ്ങളും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അർജുന, ഞാൻ നിങ്ങളോടും നിങ്ങൾ മറ്റുള്ളവരോടും പറയാ, നിയതം കുരുകർമ്മത്വം, ഏൽപ്പിച്ച ദൗത്യം ചെയ്യുക.
അഥവാ ഏറ്റെടുത്ത ദൗത്യം ചെയ്യുക. രണ്ടു വാക്കുകൾ: ഏൽപ്പിച്ചത് അല്ലെങ്കിൽ ഏറ്റെടുത്തത്. ആ ദൗത്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുക. അഭിനന്ദിക്കട്ടെ അവഹേളിക്കട്ടെ, ഞാൻ ഏറ്റെടുത്തത് ഞാൻ ചെയ്യും. എന്തൊരു രസാത് ചെയ്യാൻ. അതിന് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്, സെറ്റ് യുവർ ഗോൾ ആൻഡ് ഡിവോട്ട് യുവർ ലൈഫ് ഫോർ ദാറ്റ്. രണ്ട് സ്ഥലത്ത് രണ്ട് വഴി. ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെക്കാം, എന്നിട്ട് അതിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാം. സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്, സെറ്റ് യുവർ ഗോൾ ആൻഡ് ഡിവോട്ട് യുവർ ലൈഫ് ഫോർ ദാറ്റ്. ശരിക്കും നല്ലതാണ്. ഒന്നും ചിന്തിക്കാനില്ല. ചടൈവേദി ചടൈവേദി ചടൈവേദി. 39-ാമത്തെ വയസ്സില് സ്വാമി വിവേകാനന്ദൻ ഡയബറ്റിക്സ് വന്ന് സമാധിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ ശിഷ്യന്മാര് വന്ന് ചോദിച്ചു അത്രേ, ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം? വിവേകാനന്ദൻ 39 ആയുള്ളൂ. മരിച്ചാൽ എന്ത് ചെയ്യണം? ശിഷ്യന്മാർക്ക് അറിഞ്ഞൂടാ. ശാന്തമായ സ്വരത്തിൽ വിവേകാനന്ദൻ മറുപടി പറഞ്ഞു അത്രേ, അടുത്ത 500 വർഷത്തേക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിലനിർത്തിയാൽ മതി. ഇങ്ങനെ ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ല. വിവേകാനന്ദൻ പറഞ്ഞതിന് തുല്യമായിട്ട് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്, മുൻ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കണും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത്ര ഗംഭീരം. അടുത്ത 500 വർഷത്തേക്ക് ചെയ്യാനുള്ളത് 39 വർഷം കൊണ്ട് ചെയ്ത് തീർത്ത് മടങ്ങിയ വ്യക്തി പറയുന്നു, അത് നിലനിർത്തിയാൽ മതി. ഞാൻ എന്റെ മുമ്പിലുള്ള കുടുംബാംഗങ്ങളോട് പറയുന്നു, ആ ചന്ദ്ര താരം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം നിലനിൽക്കാനുള്ളത് നമ്മുടെ പൂർവികർ ചെയ്തിട്ടുണ്ട്. അത് നിലനിർത്താൻ ശ്രമിക്കുക. നമ്മുടെ പൂർവികർ ചെയ്യാത്തതായിട്ടൊന്നുമില്ല. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിഞ്ഞ തലമുറയിൽ നിന്നെടുത്ത് അടുത്ത തലമുറയിലേക്ക് കൊടുക്കാൻ ഒരു ബ്രിഡ്ജ്, ഒരു പാലമായി തീരുക. 1000 കിലോമീറ്റർ നീളമുള്ള റോഡാവാൻ ശ്രമിക്കണ്ട. ശ്രമിച്ചാൽ വർക്കിയില്ല. 1 മീറ്റർ വീതിയുള്ള പാലമാവാൻ ശ്രമിക്കുക. 1 മീറ്റർ വീതിയുള്ള പാലമാവാൻ ശ്രമിക്കാം. ഇടുക്കിയിലെ ജനറേറ്റർ ആവാൻ ശ്രമിച്ചാൽ വിജയിക്കില്ല. സബ്സ്റ്റേഷൻ ആവാൻ ശ്രമിച്ചാൽ വിജയിക്കില്ല. ട്രാൻസ്ഫോമർ ആവാൻ ശ്രമിച്ചാൽ ചിലപ്പോ വിജയിച്ചു വരും. ഒരു സ്ട്രീറ്റ് ലൈറ്റിൽ ഇലക്ട്രിക് പോസ്റ്റ് ആവാൻ ശ്രമിക്കുക. അതിന്റെ അടുത്ത് വരുന്നവർക്ക് പ്രകാശം കൊടുക്കാൻ പറ്റിയ സ്ട്രീറ്റ് ബൾബ് ആവാൻ സാധിക്കുമെങ്കിലാവുക. ഒരു ബൾബിന്റെ ഹോൾഡർ ആവാൻ സാധിക്കുമെങ്കിലാവുക. മിനിമം സാധിക്കും എനിക്ക് നിങ്ങൾക്കും. 85 വയസ്സുവരെ ജീവിച്ച് ഓരോ ദിവസവും 23,000 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്ത് ഈ 85 വയസ്സിനുള്ളിൽ 60 ടൺ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന നമുക്ക് ഒന്നും പറ്റില്ലേ? ചോദ്യം ഞാൻ എന്നോട് ചോദിച്ച മാതിരി നിങ്ങളോട് ചോദിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാം. ഭഗവത്ഗീതയിലെ 2ാമത്തെ ഉജ്ജ്വലമായ സന്ദേശമാണ് 3-ാം അധ്യായത്തിലെ 9-ാമത്തേത്. അത് നമ്മൾ ചെയ്യാനുള്ള രീതി: യജ്ഞാർത്ഥ കർമ്മണോന്യർത്ഥ ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗ സമാചര. യജ്ഞഭാവത്തിൽ പ്രവർത്തിക്കുക, സമർപ്പണ ഭാവത്തിൽ പ്രവർത്തിക്കുക. അങ്ങോട്ട് കൊടുക്കുമ്പോഴും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതിരിക്കുക. നദിയിലെ ജലം മധുരമുള്ളതാണ്, കടലിലെ ജലം ഉപ്പുവെള്ളമാണ്. കാരണം നദി സ്വന്തം ജലം കടലിലേക്ക് കൊടുക്കുന്നു. ആ നദി തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ചെളിക്കുണ്ടിൽ വളരുന്ന തെങ്ങും ചെളിവെള്ളം എടുത്ത് മധുരമുള്ള കരിക്കിന്റെ വെള്ളമാക്കുന്നു. തേങ്ങാപ്പിണ്ണാക്കും പരുത്തിക്കുരുവും വൈക്കോലും തിന്നുന്ന പശു ജന്യമായിട്ടുള്ള പാല തിരിച്ചു തരിക. ക്വാളിറ്റി കുറഞ്ഞത് സ്വീകരിച്ച് ക്വാളിറ്റി കൂടുതലുള്ളത് തിരിച്ചു കൊടുക്കല പ്രകൃതി നിയമം.
കടലിലെ ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പെടുക്കാതെ വെള്ളമെടുത്ത് മേഘമായിട്ട് കരയിൽ മഴ പെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് കേരളം ഒരു മാസത്തിനകം അറിയും. ആ കടലിലെ ഉപ്പുവെള്ളം എടുക്കുന്നില്ല, നല്ല വെള്ളം മാത്രം എടുത്ത് മേഘമായി കരയിൽ വന്നു. മനുഷ്യനും നന്മകൾ ചെയ്യുക. ഒന്നുകൂടി ഇടയ്ക്ക് പറയാം, ഗോപാലകൃഷ്ണൻ ജീവിതത്തിൽ പകർത്താത്തത് നിങ്ങളോട് പറയില്ല, നിങ്ങൾക്ക് പകർത്താൻ ബുദ്ധിമുട്ടുള്ളതും പറയില്ല. അത് ഉറപ്പിച്ചു പറയാം. മൈക്കിന്റെ മുമ്പിൽ ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഉപദേശം കൊടുക്കാൻ എളുപ്പമാണ്. പക്ഷെ എന്റെ മനസ്സെന്നെ ഓർമ്മിപ്പിക്കുന്നു, ഒരു വരി പോലും ഞാൻ ജീവിതത്തിൽ പകർത്താത്തത് നിങ്ങളോട് പറയരുതെന്ന്. അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ പറയുന്നു, യജ്ഞാർത്ഥ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന. യജ്ഞഭാവത്തിലല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം, സമർപ്പണ ഭാവത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികൾക്കല്ലാത്ത പ്രവൃത്തികളിൽ ബോണ്ടേജ് ഉണ്ടാവും, ബന്ധനമുണ്ടാവും. അതുകൊണ്ട് തദർത്ഥം ഹേ കൗന്ദേയ മുക്തസംഗ സമാചര കർമ്മം. ബോണ്ടേജ് ഇല്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കാം, ബന്ധനമില്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ലോകത്തിൽ ആരെല്ലാമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കോ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയ. ഷെയറിംഗ്, കെയറിംഗ് ആൻഡ് ക്യൂറിംഗ്. ഷെയറിംഗ്, കെയറിംഗ് ആൻഡ് ക്യൂറിംഗ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് പരസ്പരം ഭാവയന്ത. മാതാപിതാക്കളും മക്കളും തമ്മില്. ഇന്നലത്തെ മാതൃഭൂമിയിൽ ഒരു ചിത്രമുണ്ട്, കണ്ടോന്ന് അറിഞ്ഞൂടാ. തിരുവനന്തപുരത്ത് 3 മക്കളുള്ള ഒരമ്മ, ആ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കോടതിയുടെ മുമ്പില്. 9 വർഷം ആ അമ്മയെ നോക്കിയ മകളെ പറയുന്നു, ഈ അമ്മയ്ക്ക് 2 ആൺമക്കളുണ്ട്, എനിക്ക് 2 സഹോദരന്മാരുണ്ട്, ഇനി ഈ അമ്മയെ അവര് നോക്കട്ടെ, ഞാൻ 9 വർഷം നോക്കിയില്ലേ. എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ലെവലിലേക്ക് എത്തിയ ആ അമ്മയുടെ മുഖം എന്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിറയുന്നു. കരയുന്ന ഭാവത്തിൽ ഇരിക്കുന്ന ഒരമ്മ. നാളെ രാവിലെ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യും. ഇന്ന് രാവിലെ അതിരാവിലെ ഇറങ്ങിയതുകൊണ്ട് ഇന്ന് അപ്ലോഡ് ചെയ്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എത്ര വൈകിയാണ് ഞാൻ കിടക്കാറുള്ളതെങ്കിലും 5 മണിക്ക് എഴുന്നേൽക്കും. എന്റെ ഭാര്യ 4 മണിക്ക് എഴുന്നേൽക്കും. 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് വേദം വായിക്കാത്ത ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഇല്ല. 43 വർഷമായിട്ടാണ്. ഓരോ ദിവസവും വേദത്തിന്റെ പുസ്തകം തുറക്കുമ്പോൾ എന്റെ മനസ്സെന്നെ ഓർമ്മിപ്പിക്കും, ഒരു ദിവസം കഴിഞ്ഞു. അതേപോലെ വ്യാഴാഴ്ച ദിവസം തേഴ്സ്ഡേ മെസ്സേജ് 68,000 പേർക്ക് അയക്കുന്നുണ്ട്. ഒരു വ്യാഴാഴ്ച കഴിയുമ്പോൾ എന്റെ മനസ്സെന്നെ ഓർമ്മിപ്പിക്കും, ഒരാഴ്ച കഴിഞ്ഞു എന്ന്. അതേപോലെ എന്റെ പെൻഷൻ പാസ്ബുക്കിൽ വരുമ്പോ ഒരു മാസം കഴിഞ്ഞു എന്ന് ഞാൻ ഓർമ്മിക്കും. അതേപോലെ ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് പൊങ്കാലയിട്ട് സ്ത്രീകൾ തിരിച്ചു പോകുന്നത് ടിവിയിൽ കാണുമ്പോ ഒരു വർഷം കഴിഞ്ഞു. കാലചക്രം തിരിയുമ്പോൾ ഈ അമ്മയുടെ 3 മക്കള് ഇതേപോലെ ഇരിക്കേണ്ടി വരില്ലേ? ആ അമ്മയ്ക്ക് എത്ര വേദന ഉണ്ടാക്കിയോ. അവര് കാലചക്രം തിരിയുമ്പോൾ അവർ ഈ ലോകത്തുനിന്ന് പോകും. ഈ 3 മക്കളും ഇതേപോലെ അവരുടെ മക്കളിൽ നിന്ന് നരകയാതന അനുഭവിക്കേണ്ടി വരുമ്പോ ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. For every good action there is an equal and opposite good reaction. അതേപോലെ ബാഡ് ആക്ഷൻ. ആ അമ്മ നല്ലവരാവട്ടെ ചീത്തവരാവട്ടെ, ആ അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഈ 3 മക്കൾ ഈ ഭൂമിയിലേക്ക് വരുമായിരുന്നില്ല. കുമാതാ കുത്രാപി ന ഭവതി കുപിതാ ഭവതി തത്രാപി. ശങ്കരാചാര്യ പറഞ്ഞു, ചീത്ത അച്ഛനൊരു പക്ഷെ ഉണ്ടായേക്കാം, ചീത്ത അമ്മ ലോകത്തിൽ ഉണ്ടാവില്ല. ചീത്ത അച്ഛനുണ്ടായേക്കാം, ചീത്ത അമ്മ ലോകത്തിൽ ഉണ്ടാവില്ല. ഞാൻ നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു, സഹകരിക്കാൻ പറ്റുന്നവരുമായിട്ടെല്ലാം സഹകരിക്കാം. ആരുടെയും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. കുറ്റം പറയണ്ട എന്നല്ല, പറഞ്ഞുകൊണ്ടേയിരിക്കല്ലേ. ദേഷ്യപ്പെടണ്ട എന്നല്ല, ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കല്ലേ. അഹങ്കരിക്കണ്ട എന്നല്ല, അഹങ്കരിച്ചുകൊണ്ടേയിരിക്കല്ലേ.
തെറ്റ് കണ്ടെത്തേണ്ട എന്നല്ല, തെറ്റ് മാത്രം കണ്ടെത്തിക്കൊണ്ട് ജീവിക്കല്ലേ. അതിലല്പം നന്മകൾ കണ്ടെത്തുക, ചിരിച്ചുകൊണ്ട് എല്ലാവരുടെയും കൂട്ടത്തിൽ ജീവിക്കാം. പരസ്പരം ഭാവയന്ത ശ്രേയ പരമമാകുക. അങ്ങനെ ശ്രേയസ്കരമായിട്ടൊരു ജീവിതം നയിക്കുക. അടുത്ത വരി ഭഗവത്ഗീതയിലെ ഏറ്റവും ഉജ്ജ്വലമായ മൂന്നാമത്തെ വരി 3:16. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹയഃ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥസ്യ ജീവതി. കാലത്തിന്റെ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കാലചക്രത്തിന്റെ കറക്കത്തോടൊപ്പം ധർമ്മത്തിന്റെ ചക്രവും കറങ്ങിക്കൊണ്ടിരിക്കും. ആ കറങ്ങുന്ന ധർമ്മത്തിന്റെ ചക്രത്തോടൊപ്പം കറങ്ങാത്തവരെ കാലചക്രം അടിച്ചു തെറിപ്പിക്കും. ഞാൻ ചിലപ്പോ പറയാറുണ്ട്, ഇത് അമ്പലപ്പുഴയാണെന്ന് എനിക്കറിയാം, പുന്നപ്രയും വയലാറും ഒക്കെ ഉള്ള സ്ഥലമാണെന്നും അറിയാം. എങ്കിലും ഞാൻ പറയാറുണ്ട്, 1917, 18, 19 1917, 18, 19 കാലയളവിലാണ് ഭാരതത്തില് ദാസ് ക്യാപിറ്റല്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസം തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയെന്ന് കേരളത്തില്, ഭാരതത്തില്. ഇന്ന് ആ പുസ്തകം വായിച്ചവരാരെങ്കിലും ഉണ്ടോ? 93 വയസ്സായിട്ട് 30 കൊല്ലമായിട്ട് അച്യുതാനന്ദൻ അത് വായിച്ചിരിക്കാൻ സാധ്യതയില്ല. അങ്ങനത്തെ തൊട്ട് വായിച്ചായിട്ട് മനസ്സിലാവുകയില്ല. കോടിയേരി ബാലകൃഷ്ണൻ അത് തുറന്നിരിക്കാനേ സാധ്യതയില്ല. പിണറായി വിജയൻ സാർ അത് എന്താണെന്ന് ചോദിക്കുന്ന ലെവല. ഇവരാണ് നേതാക്കന്മാരാണ്. ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല. കൃഷ്ണന്റെ ക്ഷേത്രത്തില് ആ 100 വർഷം 3 പുസ്തകങ്ങൾ തികച്ചിട്ടില്ല മനുഷ്യ മനസ്സില്. ത്രേതായുഗത്തിൽ എഴുതിയ രാമായണം ഇപ്പോഴും വായിക്കുന്നില്ലേ? ദ്വാപരയുഗത്തിലെ ഭഗവത്ഗീത ഇപ്പോഴും വായിക്കണില്ലേ? ആ ഭഗവത്ഗീത പറയുന്നത് കേൾക്കാനാ ഹിസ്വൈനസ് അബ്ദുള്ള സിനിമ കാണുന്നമാര് ഇത്രയും പേരിയ്ക്കുന്നേ. എന്ത് ഗംഭീരായിട്ടായിരിക്കണം നോക്ക. ഒരൊറ്റയാൾ, ഒരു തൂണിന്റെ അടുത്തിരിക്കുന്ന ഒരാള് 3 പ്രാവശ്യം കോട്ടുവായ വിട്ടു. അതല്ലാതെ വേറെ ഒറ്റയാള് അനങ്ങിയിട്ടില്ല. ബാക്കിയുള്ളവർ നിൽക്കുന്നു. കാരണം കസേരയില്ല ഇരിക്കാൻ, അതുകൊണ്ട് നിൽക്കുന്നു. ആ ശരീരത്തിന്റെ ഭാരം അവരുടെ കാലിനെ തളർത്തുന്നില്ല. 5157 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു പുസ്തകത്തെ കുറിച്ചാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. 51.5 നൂറ്റാണ്ട്. ഇപ്പൊ ഭാഗവതം വായിക്കുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാർ 12:30, 1:30 ഇടയ്ക്ക് വരുന്നത് എങ്കിലും അല്ലാത്ത സമയത്ത് വരുന്നവരില്ലേ? എന്റെ 3 പുസ്തകങ്ങൾ 100 വർഷം തികച്ചില്ല. എന്റെ ത്രേതായുഗത്തിൽ എഴുതിയ രാമായണം ഇപ്പോഴും വായിക്കുന്നു. ഏവം പ്രവർത്തിതം ചക്രം അനുവർത്തയതീഹയഃ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥസ്യ ജീവതി. അല്ലയോ അർജുന, കാലചക്രത്തോടൊപ്പം തിരിയാത്തവരെ ധർമ്മചക്രവും കാലചക്രവും അടിച്ചു തെറിപ്പിക്കും. നിലനിർത്തേണ്ടതിനെ കാലം നിലനിർത്തും, നിലനിർത്തേണ്ട ആവശ്യമില്ലാത്തതിനെ കാലം നിലനിർത്തില്ല. അതിന്റെ എക്സാമ്പിളാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഓർമ്മയുണ്ടോ? ആശ്ചര്യവത് പശ്യതി കശ്ചിതേനെന്ന് പറഞ്ഞപ്പോ KR ഗൗരിയമ്മയെ കുറിച്ച് പറഞ്ഞു, കോടിയേരി ബാലകൃഷ്ണൻ സാറിനെ കുറിച്ച് പറഞ്ഞു, പിണറായി വിജയൻ സാറിനെ കുറിച്ച് പറഞ്ഞു, VS അച്യുതാനന്ദൻ സാറിന്റെ മകനെ കുറിച്ച് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് സാറ് BJPയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല? അവര് മറ്റേത് ചെയ്തിട്ടില്ല. അവര് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പറയാം. അവർ അമ്പലത്തിൽ പോയിരുന്ന് വോട്ട് കിട്ടാനാണെങ്കിലും അവർ വേറെ നെഗറ്റീവുകളും എല്ലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പറയാം. മാറാതിരിക്കില്ല. ഈ രാഷ്ട്രം ചിര പുരാതനവും നിത്യനൂതനവുമായ ഒരു ധർമ്മത്തിന്റെ രാഷ്ട്രമാണ്. ഭാരതത്തെ തകർക്കാനും തളർത്താനും ഒത്തിരി പേര് ശ്രമിച്ചു. അടുത്ത കാലത്ത് അബുദാബിയിൽ ഒരു ക്ലാസ് എടുത്തു 4 ആഴ്ച മുമ്പില്. വെറുതെ അവിടുത്തെ പിള്ളേരോട് ചോദിച്ചു കലിയുഗം ആരംഭിച്ചത് എന്നാന്ന്. 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞില്ല. 4ാമത്തെ പ്രാവശ്യം ചോദിച്ചു കലിയുഗം ആരംഭിച്ചത് എന്നാന്ന്. ആർക്കും അറിഞ്ഞൂടെ എന്ന് ചോദിച്ചു. ഒരു കുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു 1947 ആഗസ്റ്റ് 15. പിന്നെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയെ കുറിച്ച് അത് മാത്രമേ കേട്ടിട്ടുള്ളൂ ആയിരിക്കാം. അവർ കുറെയൊക്കെ ശരിയാണ്. എന്താ കാരണം അറിയോ? 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ നമ്മുടെ പൈതൃകം വിദേശികൾ നശിപ്പിച്ചു.
പിന്നെ അത് നശിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുത്തപ്പോ കലിയുഗം ആരംഭിച്ചത് അതാണ് കാലത്ത്. അവരെല്ലാവരും ശ്രമിച്ചിട്ടും ഈ ധർമ്മം നശിച്ചില്ല. ഇപ്പോഴുമുണ്ട്. ശബരിമലയിലേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം നോക്കാം. 1991 18,000 ക്ഷേത്രങ്ങളിലെ പൂജയും വിളക്കെത്തിക്കലും കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. 18,000. ഇപ്പോ 42,000 ക്ഷേത്രങ്ങളില് പൂജയും തിരിയും ശാന്തിയും പൂജ എല്ലാം ഉണ്ട്. എന്തേ മാറുന്നു? അതിനകത്തുള്ള ഉത്തരം, കാലത്തിന്റെ ചക്രം തിരിയുമ്പോൾ, ധർമ്മത്തിന്റെ ചക്രവും തിരിയുമ്പോൾ നിലനിർത്തേണ്ടതിനെ നിലനിർത്തും. അന്നത്തെ മാതിരി ഒരു ചുംബന സമരം ഇപ്പൊ ഉണ്ടായാലുള്ള അവസ്ഥ എന്താ? ചുംബന സമരം ഓർമ്മയുണ്ടല്ലോ, ഇല്ലേ? അല്ലേവന്റെ മക്കളെ സഹോദരിമാരെ റോഡിൽ കൂടെ പോകുന്നവർക്ക് വെറുതെ ചുംബിക്കാൻ കിട്ടുന്നത് ഫ്രീ ആയിട്ടാണ്. എല്ലാവരും റെഡിയാ. അത് ഇപ്പൊ എങ്ങാനും ഒന്ന് ഇറങ്ങിയാൽ അറിയാം എന്താ സംഭവിക്കാന്നുള്ളത്. അതേപോലെ ചെന്നൈയിലെ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ കുറെ സ്ത്രീകൾ താലി പൊട്ടിച്ചു. ഭർത്താക്കന്മാർ ഞങ്ങളുടെ കഴുത്തില് ഇങ്ങനൊരു ചങ്ങല ഇടണ്ടാന്ന്. 5 ദിവസം കഴിഞ്ഞപ്പോ ഭർത്താവ് പറഞ്ഞു, ഏതായാലും ഇപ്പൊ ഞാനും നീയും തമ്മിൽ ബന്ധമില്ല, കഴുത്തിൽ ഞാൻ കെട്ടിയതില്ലാത്ത സ്ഥിതിക്ക് നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഏതായാലും ഇവര് തന്നെ അമ്പലത്തിൽ ചെന്ന് താലി വാങ്ങിച്ച് ഭർത്താവിന്റെ കയ്യിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് വീണ്ടും കഴുത്തി കെട്ടിച്ചു. ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുന്നില്ല, നടന്നത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചിലതെല്ലാം നിലനിൽക്കണം, ചിലതൊന്നും നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതാണെങ്കിൽ കാലചക്രം അതൊക്കെ അടിച്ചു തെറിപ്പിക്കും. അർജുന യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജനഃ സ്വയപ്രമാണം ഗുരുതേ ലോകസ്തനുവർത്തതി. നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ ഒരു ധർമ്മബോധമുള്ളവരാവണം. സത്യം, ധർമ്മം, നീതി, ന്യായം, ഇത് 4 വിട്ട് നിങ്ങൾ പ്രവർത്തിക്കരുത്. ഗോപാലകൃഷ്ണൻ നിങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നു ഇവിടെ. വേണമെങ്കിൽ മാറ്റാം. നമ്മൾ 2 ഒരേ അർത്ഥം. സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ, ന്യായം. ആ മാർഗം എന്നെങ്കിലും വിട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ കരയേണ്ടി വരും. ഒന്നില്ലെങ്കിൽ അവനവന്റെ പ്രവൃത്തി ദൂഷ്യം കൊണ്ട്, അല്ലെങ്കിൽ ആ കർമ്മഫലം മക്കൾ അനുഭവിക്കുന്നത് കൊണ്ട് വേദനിക്കേണ്ടി വരും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാവാൻ സാധിച്ചില്ലെങ്കിലും അവനവന്റെ വീട്ടില് മക്കൾക്കെങ്കിലും മാതൃകയാവുക. അവനവന്റെ വീട്ടില് മക്കൾക്കെങ്കിലും മാതൃകയാവുക. യദ്യദാചരതി ശ്രേഷ്ഠ തത് ഏവ ഇതരോജനഃ. ശ്രേഷ്ഠന്മാര് എന്താണോ ആചരിക്കുന്നത് മറ്റുള്ളവർ അത് തന്നെ ആചരിക്കും. സ്വയപ്രമാണം ഗുരുതേ ലോകസ്തനുവർത്തതേ. ആ ശ്രേഷ്ഠൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് പ്രമാണമാണോ ഉണ്ടാക്കുന്നത്, ജനങ്ങൾ അത് സ്വീകരിക്കും. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാ സ്വനുഷ്ഠിതാ. അവനവന്റെ ധർമ്മം അനുഷ്ഠിച്ചതിന് ശേഷമേ മറ്റൊരു ധർമ്മത്തിന്റെ പുറകെ പോകാവൂ. മറ്റൊരു ധർമ്മം ചെയ്യരുതെന്നല്ല. നേരത്തെ പറഞ്ഞ പോലെ അമ്മയ്ക്ക് അമ്മയുടെ ധർമ്മമുണ്ട്, മാതൃധർമ്മം. അച്ഛന് പിതൃധർമ്മം. ആ മാതാപിതാക്കളുടെ ധർമ്മത്തിന്റെ ഭാഗമാണ് മക്കളെ പുത്രധർമ്മവും പുത്രീധർമ്മവും പഠിപ്പിക്കുക. മക്കളെ പുത്രധർമ്മവും പുത്രീധർമ്മവും പഠിപ്പിക്കുക. അപ്പോഴാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലം കുടുംബമായി മാറുക. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലം കുടുംബം. എന്റെ വീടിന്റെ വാതിൽക്കൽ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, യഹോവ ഈ വീടിന്റെ നിത്യ സന്ദർശകൻ, അല്ലാഹു ഈ വീടിന്റെ നാഥൻ എന്ന് എഴുതി വെച്ചാലൊന്നും വീട് ശരിയാവില്ല. നമ്മുടെ പ്രവൃത്തി നമ്മുടെ വീടിന്റെ ഐശ്വര്യം. നമ്മുടെ പ്രവൃത്തി നമ്മുടെ വീടിന്റെ ഐശ്വര്യം. ശ്രീകൃഷ്ണൻ പറഞ്ഞ 4ാമത്തെ ഉജ്ജ്വലമായിട്ടുള്ള വരി, കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേന മിഹ വൈരിണം.
അല്ലയോ അർജുന, എല്ലാം ദൈവ സൃഷ്ടിയാണ്.